ഗൈസ് AFC ചാമ്പ്യൻസ് ലീഗ് 2 പ്ലേ ഓഫ് മത്സരം വരാനിരിക്കുകയാണ് ഓഗസ്റ്റ് 13-ന്. FC ഗോവ കളിക്കുന്നത് ഒമാനി ക്ലബ്ബായിട്ടുള്ള അൽ സീബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബിനെതിരെയാണ്. ഈ ഒരു ടൂർണമെൻറ്റിലാണ് സാക്ഷാൽ റൊണാൾഡോയുടെ അൽ നാസറൊക്കെ അടക്കം ഈ സീസണിൽ AFC ലെവലിൽ കളിക്കാൻ പോകുന്നത്. ഓൾറെഡി മോഹൻ ബഗാൻ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു ഗ്രൂപ്പ് സ്റ്റേജിലേക്ക്. ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ഉറപ്പാക്കാനാണ് FC ഗോവയ്ക്ക് ഒരു മത്സരം നിർണായകമാകുന്നത്. അവിടെയാണ് അൽ സീബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് വരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൽ ഫെയിലായി കഴിഞ്ഞാൽ AFC ചലഞ്ച് ലീഗിൽ തേർഡ് ടയർ AFC കോമ്പറ്റീഷനിലായിരിക്കും FC ഗോവ പങ്കെടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ അൽ സീബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബിനെ പറ്റി പറഞ്ഞ് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഒമാനി ക്ലബ്ബാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഒമാനി പ്രൊഫഷണൽ ലീഗിലെ നിലവിലത്തെ ചാമ്പ്യൻസ് ആണ് അവർ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 സീസണിലും ഈ ടോപ്പ് ടയറിൽ ചാമ്പ്യൻസ് ആയിട്ടുള്ളൊരു ടീമാണ് അൽ സീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ചരിത്രമുള്ള ഒരു ക്ലബ്ബാണ്, 19 വർഷത്തിന് മുകളിൽ പഴക്കം ചെന്നിട്ടുള്ളൊരു ക്ലബ്ബാണ്. ഈ ട്രോഫി വിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാബിറ്റാക്കി മാറ്റിയിട്ടുള്ളൊരു ക്ലബ്ബ് കൂടിയാണ് ഇത് എന്നുള്ളതാണ്. 2022 AFC കപ്പ് വിൻ ചെയ്തിട്ടുള്ളൊരു ടീം കൂടിയാണ് അൽ സീബ് എന്നുള്ളതാണ്. നിക്കോള ജുറോവിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെർബിയൻ കോച്ചിൻ്റെ അണ്ടറിലാണ് നിലവിൽ ഈ ഒരു ക്ലബ്ബ് കളിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ഒരു പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് മെജോറിറ്റി പ്ലേയേഴ്സും ഒമാനി പ്ലേയേഴ്സ് തന്നെയാണ്. ഒരു വിദേശ താരമോ മറ്റോ ഒരു ലൈബീരിയൻ താരത്തെ മറ്റോ ആണ് കാണാൻ സാധിച്ചത്. ഈ ഒമാനി പ്ലേയേഴ്സ് എന്ന് പറയുമ്പം അതിൽ 10-12 പേരടക്കം റീസെൻ്റ്ലി നാഷണൽ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്ലേയേഴ്സ് ആണെന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അതായത് അവരുടെ നാഷണൽ പ്ലേയേഴ്സിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചുരുക്കം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. നമ്മുടെ ഇന്ത്യൻ ക്ലബ്സ് ഇപ്പം തുർക്കമെനിസ്ഥാൻ പോലെ ഇന്ത്യക്കാളൊക്കെ റാങ്കിങ്ങിലൊക്കെ പുറകെ നിൽക്കുന്ന രാജ്യങ്ങളോടുകൂടി അവരുടെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സുമായിട്ട് ഒന്ന് കളിച്ചിട്ട് ജയിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒമാൻ എന്ന് പറഞ്ഞാൽ ഫിഫ റാങ്കിങ്ങൊക്കെ തന്നെ പരിശോധിച്ച് ഇന്ത്യക്കാൾ ഏതാണ്ട് 50 റാങ്കിങ് മുകളിൽ നിൽക്കുന്ന ടീമാണ്. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ 3rd റൗണ്ടിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല പെർഫോമൻസ് ഒക്കെ നടന്നൊരു ടീമാണ്. അപ്പം അങ്ങനത്തെ ഒരു ടീമിനെതിരെ, അവരുടെ ഒരു പ്രധാന ക്ലബിനെതിരെ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ കൊടുക്കേണ്ടി വരും. ആ ഒരു വിജയം സ്വന്തമാക്കണമെങ്കിൽ അവരുടെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സൊക്കെ ആണ് എന്ന് പറയുമ്പോൾ കൂടി FC ഗോവ സൂപ്പർ കപ്പ് വിൻ ചെയ്തിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിലേക്കുള്ളൊരു യോഗ്യത നേടുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സെക്കൻഡായിട്ടാണ് ലീഗ് ഫേസിൽ അവർ ഫിനിഷ് ചെയ്തത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. സെയിം കോച്ച് തന്നെ, ഇപ്പം മനോല മാർക്കസ് എന്ന് പറയുന്ന സെയിം കോച്ച് തന്നെയാണ് അവരുടെ പരിശീലക സ്ഥാനത്തുള്ളത്. പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും വലിയ മാറ്റമില്ല. 3 വിദേശ താരങ്ങളുടെ കാര്യത്തിലാണ് ഒരു മാറ്റം സംഭവിക്കുന്നത്. സെൻട്രൽ ബാക്കിൽ ഒഡയോണിൻ്റെക്ക് പകരം പോൾ മെറീനോ വരുന്നു. അതുപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കാൾ മക്യൂവിന് പകരം ഡേവിഡ് ടിമോർ എന്ന് പറയുന്ന താരം വരുന്നു. അതുപോലെ സെൻട്രൽ ഫോർവേഡിൽ അർമാൻഡോ സാദിഖുവിന് പകരം സിവേരിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് സുപരിചിതനായിട്ടുള്ളൊരു താരം കൂടി വരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും FC ഗോവയെ പറ്റി പറയുകയാണെങ്കിൽ അവർ ലാസ്റ്റ് സീസണിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളത് ശരിയാണ്. സൂപ്പർ കപ്പ് വിൻ ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു നല്ല കോമ്പറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു വിജയം സാധ്യമാവുകയുള്ളൂ. പിന്നെ ഒരു ആനുകൂല്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയുടെ ഹോമിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്നുള്ളതാണ്. അതെങ്ങനെ അവർ മുതലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് FC ഗോവ അണിനിരക്കാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ 11 കൂടി പരിശോധിച്ചിട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. 6 വിദേശ താരങ്ങളാണ് നിലവിലുള്ളത്. ഈ 6 വിദേശ താരങ്ങളെയും കളിപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ ഋത്തിക് തിവാരിയെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പം സന്ദേശ് ചിങ്കൻ ആൻഡ് പോൾ മെറീനോ എന്നീ താരങ്ങൾ. അതുപോലെ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ബോറിസും, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ആകാശ് സംഗ്വാനും, ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ആയുഷ് ഛേത്രി ആൻഡ് ഡേവിഡ് ടിമോർ എന്നീ താരങ്ങൾ. അറ്റാക്ക് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ഇക്ക ഗൊരക്സേന. ലെഫ്റ്റിലേക്ക് വരുമ്പം റാച്ചിച്ചും റൈറ്റിൽ ഉദാന്ത സിംഗും ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലേക്ക് വരുമ്പോഴത്തേക്കും ഹാവിയർ സിവേരിയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് പല താരങ്ങളും ഉണ്ട്. ഇപ്പം ബെഞ്ച് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാലും സെക്കൻഡ് ഹാഫിലൊക്കെ വരാൻ പറ്റുന്ന ഇപ്പം റൈസൺ ഫെർണാണ്ടസിനെയൊക്കെ പോലത്തെ ഒരുപാട് താരങ്ങളുടെ ഒരു സാന്നിധ്യം ഉറപ്പായിട്ട് അവർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും ACL 2-ലേക്കൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ നേടുക, അതോ AFC ചലഞ്ച് ലീഗിലായിരിക്കും FC ഗോവ കളിക്കുക എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കൺഷൻ സനിയോ.